Next we are studying the theorems on limit. Okay. അപ്പോൾ നമ്മളിവിടെ വരെ പഠിച്ചു നിർത്തിയത് എന്താണ് ലിമിറ്റ് എന്ന്, ലിമിറ്റിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ അല്ലേ, ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ ഗിവൺ പോയിന്റ്, ഒരു ഗിവൺ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻസ്, ആ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും മറ്റേ ഗിവൺ പോയിന്റിൽ എന്ന് പറയുന്നത്. പിന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസുകൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തിയറംസ് ഓൺ ലിമിറ്റ്, ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറംസ് പറയാൻ പോകും അല്ലേ. ഇവിടെ ഫസ്റ്റത്തെ തിയറം പറയുകയാണ്, ലെറ്റ് എഫ് ആൻഡ് ജി ബി ടു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ സം ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് സി സച്ച് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ആൻഡ് ലിമിറ്റ് extending to c g of x is equal to m. Then we have the sum rule which says that limit extending to c f of x plus g of x which is equal to l plus m, and the difference rule which says that limit extending to c f of x minus g of x which is equal to l minus m, and the product rule limit extending to c f of x into g of x which is equal to l dot m, and the fourth rule, constant multiple rule, limit extending to c k times f of x which is equal to kl, where k be any number, and the quotient rule which says that limit extending to c f of x divided by g of x which is equal to L by M, and strictly given the condition where M which is not is equal to 0. And last one, the power rule, limit extending to c f of x all power m by n which is equal to L power m by n. Okay. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ തിയറം പറയുന്നത്. എന്താ തിയറം പറയുന്നത്? എഫും ജിയും എന്തായിരിക്കണം? രണ്ട് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ലിമിറ്റ് അറ്റ് ദ പോയിന്റ്, ദ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് സി അല്ലേ. നമുക്ക് പറയാം എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സി എന്ന് പറയുന്നതാണ്. രണ്ട് കേസിലും നമുക്ക് എക്സ് നോട്ട് എന്ന് പറയുന്നത് സി ആ തന്നിട്ടില്ല അല്ലേ. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, രണ്ട് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എഫും ജിയും. ആ എഫിൻ്റെയും ജിൻ്റെയും അറ്റ് ദ പോയിന്റ് സിയിലാണ് നമുക്ക് എന്ത് പറഞ്ഞിട്ടുള്ളത്, ലിമിറ്റ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താ തന്നിട്ട്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് അല്ലേ. അതായത് എക്സ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പോയിന്റിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് അത് റൈറ്റിലൂടെ അപ്രോച്ച് ചെയ്ത് വരുമ്പോഴും ലെഫ്റ്റിലൂടെ അപ്രോച്ച് ചെയ്ത് വരുമ്പോഴും നമുക്ക് എന്തിൻ്റെ കിട്ടുന്നത്, എൽ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. അറ്റ് ദ പോയിന്റ് സി വേർ ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് എൽ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതേമാതിരി നമുക്ക് വേറെ കണ്ടീഷൻ എന്താ തന്നിട്ടുള്ളത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എം എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അത് പറഞ്ഞാൽ എന്താ, ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് അറ്റ് സി ഈസ് ഗിവൺ ബൈ എം എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ റൂളും അല്ലേ, സം റൂള്, ഡിഫറൻസ് റൂള്, പ്രൊഡക്റ്റ് റൂള് എന്താണെന്നാണ് നമ്മൾ താഴെ പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഞാനിവിടെ പ്രൊഡക്റ്റ് റൂളിൻ്റെ അവിടെ പറയാൻ വിട്ട കാര്യമുണ്ട്. വെർ എം ആൻഡ് എൻ ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് എൽ പവർ എം ബൈ എൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആയിരിക്കണം. അതായത് ഇവിടെ ഈ എമ്മും എന്നൊക്കെ എന്ത് ആവാൻ പാടുള്ളൂ, ഇൻറ്റീജർ നമ്പേഴ്സ് മാത്രമേ ആവാൻ പാടുള്ളൂ അല്ലേ. എന്താ ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 + or -1 + or -2 + or -3, + or -4 ഇങ്ങനെ പറയുന്ന വാല്യൂസിനാണ് നമ്മൾ ഇൻറ്റീജർ വാല്യൂസ് എന്ന് പറയുന്നത് അല്ലേ. ഈ എൽ റേസ് ടു എം ബൈ എന്ന് പറയുന്ന ഏത് റിയൽ നമ്പർ വേണമെങ്കിൽ വരാം, ഏത് റിയൽ നമ്പർ, അതായത് നമുക്ക് -∞ to ∞ വരെയുള്ള ഏത് റിയൽ നമ്പറും വരാമെന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്യാണ്. ഫസ്റ്റത്തെ കാര്യം നമുക്ക് പ്രൂവ് ചെയ്യണം. എന്താ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എം എന്ന് നമുക്ക് ഷോ ചെയ്ത് കാണിക്കണം അല്ലേ. ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ, നമുക്ക് തന്ന കണ്ടീഷൻ, നമുക്ക് ഗിവൺ ആയിട്ടുള്ള കണ്ടീഷൻസ് മാത്രമേ ഇതേ ഉള്ളൂ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എൽ എന്നും ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എം എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, സം റൂൾ പ്രൂവ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എം എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം എന്നാണ് നമ്മുടെ ഇവിടെ കയ്യിലുള്ള കാര്യം. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ പറയുന്നത്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, 0 mod x - x0 വിച്ച് ഈസ് ലെസ് ദാൻ നമുക്ക് എന്ത് പറയാൻ പറ്റും,
ഡെൽറ്റ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ നമുക്ക് എന്ത് പറയാൻ പറ്റും എപ്സിലോൺ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇത് ഷോ ചെയ്ത് കാണിക്കും നമ്മൾ എന്താ പ്രൂവ് ചെയ്യാറ് ഇതെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കും. ഈ ഇൻഇക്വാളിറ്റി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അതിന് ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് നോട്ടിന് പകരം നമുക്ക് ഇവിടെ എന്താ ഉള്ളത് സി എന്ന് പറയുന്നത് അല്ലേ. എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് എന്താ ഉള്ളത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നാണ് ഇവിടെ ഉള്ളത്. എല്ലിന് പകരം നമുക്ക് ഇവിടെ എന്താ ഉള്ളത് എൽ പ്ലസ് എം. ഇതെന്താ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ് കാണിക്കേണ്ടത് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന കേസിൽ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്ത് കാണിക്കണം എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് ഇവിടെ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് കൊടുക്കണം എൽ പ്ലസ് എം മോഡ് ക്ലോസ് ചെയ്യുക വിച്ച് ഈസ് ലെസ് ദാറ്റ് നമുക്ക് എന്ത് ചെയ്യണം എപ്സിലോൺ എന്ന് കാണിക്കണം. ഇത് പ്രൂവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എം എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ രണ്ട് കണ്ടീഷൻസ് ആണ് തന്നിട്ടുള്ളത്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ ആൻഡ് ആൾസോ വി ഹാവ് ഗിവൺ ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എം. നമുക്കത് ഈസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട് എം എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള കണ്ടീഷൻ എന്താണ് ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 to prove the theorem corresponding to this epsilon we have to find a positive number delta such that ഇങ്ങനെ കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷനാണ്. എന്താണ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് എൽ പ്ലസ് എം വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് കാണിക്കണം അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഭാഗം നമ്മൾ ഇതൊന്നും എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് വെക്കുകയാണ്. ഇവിടെ ഏത് ഭാഗം എടുക്കണേ മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത് കേട്ടോ, ഇത് മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് എൽ പ്ലസ് എം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാണ് ഒന്നെടുക്കുകയാണ്. അപ്പോൾ അതിനെ സെപ്പറേറ്റ്ലി ഇവിടെ എഴുതി മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് എൽ പ്ലസ് എം വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുമ്പോൾ എന്താ വരിക നമുക്ക് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇനി നമ്മൾ ആ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എൽ മൈനസ് എം എന്ന് വരും അല്ലേ. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് അതായത് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാണ്. അങ്ങനെ എഴുതുമ്പോഴാണ് വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് എം എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മുടെ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി എന്താ നമ്മുടെ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സ് പ്ലസ് വൈ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്നാണ് നമ്മുടെ എന്ത് പറയുന്നത് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞ ഇൻഇക്വാലിറ്റി. ഈ ഇൻഇക്വാലിറ്റി നമ്മളിവിടെ അപ്ലൈ ചെയ്യുക അല്ലേ. ഇപ്പോൾ ഇവിടെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് പറഞ്ഞിട്ട് എടുക്കണം അല്ലേ. അതേമാതിരി നമ്മൾ വൈ ഇസ് ഈക്വൽ ടു നമ്മൾ എന്തെടുക്കണം ഇവിടെ ജി ഓഫ് എക്സ് മൈനസ് എം എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ പ്ലസ് മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം എന്ന് നമുക്ക് എഴുതണം അല്ലേ. ഇതിനാണ് നമ്മളിവിടെ ഇങ്ങനെ എഴുതണേ. അതായത് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ്. അതാണ് അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ഹാൻസ് ബൈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ട് ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ അല്ല തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു കണ്ടീഷൻ എന്തായിരുന്നു ലെറ്റ് എഫ് ആൻഡ് ജി ബി ദ ടു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ സച്ച് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഒന്നുകൂടി തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്താ തന്നിട്ടുള്ളത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തന്ന കണ്ടീഷനെ നമുക്ക് എന്ത് ചെയ്യാണ് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്നാ പറഞ്ഞെങ്കിൽ നമ്മൾ എന്താ എഴുതാറ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് അല്ലേ ഇങ്ങനെ എഴുതാറുണ്ട് അല്ലേ. 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് പറയുന്നത് എന്തായിട്ട് മാറേണ്ടത് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ അതിനാണ് ഇവിടെ ഇനി പറയുന്നത് കറസ്പോണ്ടിങ് ടു എപ്സിലോൺ there exist two positive real number delta 1 and delta 2 such that അല്ലേ. അതായത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്നാ പറഞ്ഞത് എൽ എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്നതിന് അപ്പോൾ ആ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ഏതാ വരാം 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എപ്പോഴും എപ്സിലോൺ ഇവിടെ എന്തിനാ
ഡെൽറ്റ വൺ എന്ന് ചൂസ് ചെയ്തത്? അതായത് എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ വണ്ണും ജി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡെൽറ്റ ടു എന്ന് എടുത്തു. ഓക്കെ, ആ കാര്യം മനസ്സിലായല്ലോ, കൺഫ്യൂഷൻ അവിടെ തീർന്നല്ലോ. ഇനി ഇവിടെ എന്തിനാ ഇപ്പോൾ എപ്സിലോൺ ബൈ ടു നമ്മളിവിടെ എപ്പോഴും എഴുതാറ് എന്താ അല്ലെ, എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ എന്നല്ലേ എഴുതാറ്. എന്തിനാ ഇപ്പോൾ ഇവിടെ എപ്സിലോൺ ബൈ ടു എന്ന് എടുത്തതെന്നൊരു സംശയം ഉണ്ടാവുക അല്ലേ. ഇപ്പം എന്താ എടുക്കുക, എപ്സിലോൺ ബൈ ടു നമ്മൾ സ്മാൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് അവസാനം ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താണ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് ബ്രാക്കറ്റിൽ എൽ പ്ലസ് എം വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയ അറേഞ്ച്മെൻറ്റ്സ് നടത്തിയതാണ്. അതിനാണ് ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു എന്ന് എഴുതിയത് അല്ലേ. ഇനി അതേമാതിരി നമുക്ക് അടുത്ത കണ്ടീഷൻ എന്തുകൊണ്ടില്ലേ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട് അല്ലേ. ആ കണ്ടീഷനെ ബൈ യൂസിങ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 0 less than mod x minus c which is less than delta by 2 which implies that mod f of x minus m which is less than epsilon by 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ എഴുതി അല്ലേ. ഇനി നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത് എങ്ങനെ ചൂസ് ചെയ്യാണ്, ഡെൽറ്റ എന്ന് പറയുന്നത് എങ്ങനെ ചൂസ് ചെയ്യാണ്, മിനിമം ഓഫ് ഡെൽറ്റ വൺ കോമ ഡെൽറ്റ ടു അല്ലേ. ഈ ഡെൽറ്റ വണ്ണും ഡെൽറ്റ ടു, ഇപ്പോൾ ഡെൽറ്റ വണ്ണും ഡെൽറ്റ ടു ഏതെങ്കിലും ഒരു നമ്പറാണ് വിചാരിച്ചോ. ഇപ്പോൾ ടൂവും ഡെൽറ്റ വണ്ണ് 2 എന്ന് പറയുന്നതും ഡെൽറ്റ 2 എന്ന് പറയുന്നത് 3 ആയിരുന്നെങ്കിൽ ഇതിൽ മിനിമം ഏതാ 2 അല്ലേ. അപ്പോൾ അതേമാതിരി നമ്മൾ ഡെൽറ്റ ചൂസ് ചെയ്യണം. അതാണ് ഡെൽറ്റ ഈക്വൽ ടു നമ്മൾ എന്താ ചൂസ് ചെയ്യണത്, മിനിമം ഓഫ് ഡെൽറ്റ വൺ കോമ ഡെൽറ്റ ടു എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മളൊന്ന് മാറ്റിയതാണ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ വൺ ആൻഡ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ടു. എന്തുകൊണ്ടാണ് അതിനെ പറയാൻ പറ്റിയത്, നമ്മൾ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് മിനിമം ഓഫ് ഡെൽറ്റ വൺ ആൻഡ് ഡെൽറ്റ ടുവിൻ്റെ ആണ് നമ്മൾ മിനിമം എടുത്തത് അല്ലേ. ഇപ്പം ഞാൻ നോക്കിയൊക്കെ ഇപ്പോൾ ഇവിടെ 2ഉം 3ഉം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ മോഡ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ നമുക്ക് ഇവിടെ 2ഉം ഇവിടെ 3ഉം അല്ലേ, രണ്ടും സെയിം അല്ലേ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്രയും എടുത്തു അല്ലേ. ഇനി നമുക്ക് എന്താ ഉള്ളത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമ്മൾ എന്താ പറയാറ്, മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. സോ കണ്ടീഷൻ ഉണ്ടായത്. അങ്ങനെ അടുത്തത് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താണ് ഉള്ളത്, അതായത് ജി ഓഫ് എക്സ് മൈനസ് എം വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് നമ്മൾ എടുത്തു അല്ലേ. ഓക്കെ, അത് അത്രയും അവിടെ നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ തുടക്കത്തിൽ നമ്മൾ എഴുതി വെച്ച അതേ കാര്യമാണ്, എന്താണ്, മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് എൽ പ്ലസ് എം. അതിന് നമ്മളിങ്ങനെ ട്രയാങ്കിൾ ഇനക്വാളിറ്റി വെച്ച് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്ന് പഠിച്ചിരുന്നു അല്ലേ. എന്താണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ പ്ലസ് മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ഈ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് പറയുന്നത് എന്താ എഴുതായി മാറി, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 അല്ലേ. ഇപ്പോൾ ഈ പോർഷന് പകരം നമ്മൾ എന്ത് എഴുതി, വിച്ച് ഈസ് എപ്സിലോൺ ബൈ 2 എന്ന് കൊടുത്തു അല്ലേ. ഇതേമാതിരി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, അതായത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. നമ്മൾ എന്ത് ചെയ്തു, അതിനിപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് അല്ലേ. ഇനി നമ്മൾ എപ്സിലോൺ ബൈ 2ഉം എപ്സിലോൺ ബൈ 2 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. എങ്ങനെ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ചെയ്യാം, ന്യൂമറേറ്റർ നമുക്ക് എന്താ സെയിം ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എപ്സിലോൺ പ്ലസ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 2 എപ്സിലോൺ ബൈ 2. 2 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് കിട്ടി, എപ്സിലോൺ എന്ന് കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ അതിനായിരുന്നു നമ്മൾ ഈ ലാസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടണമായിരുന്നു. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അവിടെ നേരത്തെ എപ്സിലോൺ ബൈ 2 എന്ന് ചൂസ് ചെയ്തു അല്ലേ. ഇപ്പം നമുക്ക് എന്താ കിട്ടിയേ, മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് എൽ പ്ലസ് എം വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അങ്ങനെ കിട്ടിയ എങ്ങനെ എന്ത് എഴുതാമെന്നായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റിയായിരുന്നു, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എം എന്ന് എഴുതാൻ പറ്റുമായിരുന്നു അല്ലേ. അതായത് നമുക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നത് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റുമായിരുന്നു, ഈ ഒരു കണ്ടീഷൻ എഴുതാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത്രയാണ് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചത് അല്ലേ. ഓക്കെ, അതിനാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി നമ്മുടെ രണ്ടാമത്തെ റൂള് എന്താ, രണ്ടാമത്തെ റൂള് ഡിഫറൻസ് റൂള്. ഡിഫറൻസ് റൂൾ എങ്ങനെ എഴുതണ്ടേ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എൽ മൈനസ് എം എന്നാണ് നമ്മുടെ എന്ത് പറയുന്നത്, ഡിഫറൻസ് റൂള് പറയുന്നത് അല്ലേ.
അപ്പോൾ ആ ഡിഫറൻസ് റൂൾ എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൂഫ് ഇതേമാതിരി തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ മതി, ജി ഓഫ് എക്സ് എന്നാണ്. അത് നിങ്ങൾ ഇതേമാതിരി എന്ത് ചെയ്യണം, നോട്ടിൽ താഴെ എഴുതി വെക്കണം. എഴുതി വെക്കാതെ ഇങ്ങനെ ഈ ഒരു ലൈനാക്കി എഴുതി വെക്കരുത്. എന്താ ചെയ്യേണ്ടത്, ഇതേ പ്രൂഫ് തന്നെ ഇതേമാതിരി എഴുതുക. പക്ഷേ ജി ഓഫ് എക്സ് കാണുന്നിടത്തൊക്കെ എന്ത് കൊടുക്കുക, മൈനസ് ജി ഓഫ് എക്സ് എന്ന് കൊടുക്കുക. ക്യാപിറ്റൽ എം എന്ന് കാണുന്നിടത്ത് നമ്മൾ എന്ത് കൊടുക്കുക, മൈനസ് എം എന്ന് കൊടുത്തിട്ട് ഈ പ്രൂഫ് അതേമാതിരി താഴെ എന്ത് ചെയ്ത് വെക്കാം, എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഷോ ചെയ്ത് കാണിക്കേണ്ടത് എന്താ, ഷോ ചെയ്ത് കാണിക്കേണ്ടത് മൂന്നാമത്തേത് ഏതാണ്, പ്രൊഡക്റ്റ് റൂൾ. പ്രൊഡക്റ്റ് റൂൾ എന്താ പറയുന്നത്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഡോട്ട് എം എന്ന് കാണിക്കണം അല്ലേ. നമുക്ക് എന്താ ഷോ ചെയ്ത് കാണിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്, 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ദാറ്റ് മോഡ് എഫിന് പകരം ഇവിടെ എന്താ ഉള്ളത്, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് അല്ലേ, മൈനസ് എല്ലിന് പകരം ഇവിടെ എന്താ ഉള്ളത്, എൽ ഡോട്ട് എം വിച്ച് ഈസ് ലെസ് ദാൻ നമുക്ക് എപ്സിലോൺ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ദെൻ വി ഹാവ് സെഡ് ദാറ്റ് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഡോട്ട് എം എന്ന് നമുക്ക് എന്ത് ചെയ്ത് കാണിക്കാൻ പറ്റും, പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്, പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേർഡ് പറഞ്ഞത്, ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 to prove the theorem corresponding to this epsilon we have to find a positive number delta such that 0 less than mod x minus c which is less than delta implies that നമുക്ക് എന്ത് കാണിക്കണം, mod f of x into g of x minus l m which is less than epsilon. ഇത് പ്രൂവ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഞാനെന്ന് പറയുന്നത് എന്താണ്, എനിക്കിത് ഡണ്ണായി, ശരിയായി വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഏത് പാർട്ട് എടുത്തു തുടങ്ങി, ഈ പാർട്ട് എടുത്തു അല്ലേ, മോഡ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എം, അതാണ് മൈനസ് എൽ എം, അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു, നിങ്ങൾ എഴുതണം ഇതേ ഈക്വൽ ടു ആണ് അടുത്ത സ്റ്റെപ്പ് എഴുതുന്നത്, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എൽ എം, ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പ്ലസ് എം എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യും. അതേമാതിരി തന്നെ ഒരു എം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, സബ്ട്രാക്റ്റ് ചെയ്യുക കൂടി ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് ഇതാണ് വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് എന്ത് ചെയ്തു, ആദ്യം എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എം ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് ഞാൻ മാറ്റി എഴുതി. ഓക്കെ, ഇനി പ്ലസ് അടുത്തത് എങ്ങനെ എഴുതിപ്പോയി, എം ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എൽ എം എന്ന് ഞാൻ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇനി നമ്മുടെ ഈ ഫസ്റ്റത്തെ ഭാഗം, അതായത് ഇത്രയും പോർഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എം ഇൻറ്റു എഫ് ഓഫ് എക്സ്, ഈ രണ്ട് ടേം നോക്കാം അല്ലേ. രണ്ടിലും നമുക്ക് എന്താണ്, എഫ് ഓഫ് എക്സ് കോമൺ ആണ്. അപ്പോൾ ഞാൻ എഫ് ഓഫ് എക്സിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അടുത്ത സ്റ്റെപ്പിലാണ് ഇവിടെ വരുന്നത്, എഫ് ഓഫ് എക്സിൻ്റെ പുറത്തേക്ക് എടുത്തു. ഞാൻ ഇതിൽ ഈ ഒരു എഫ് ഓഫ് എക്സിനെയും പുറത്തേക്ക് എടുത്തു, ഈ എഫ് ഓഫ് എക്സിനെയും പുറത്തേക്ക് എടുത്തു. അപ്പോൾ എഫ് ഓഫ് എക്സ് അങ്ങനെ എഴുതി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. ബാക്കി ഇനി ഇവിടെ എന്താ ഉള്ളത്, ജി ഓഫ് എക്സ് പിന്നെ മൈനസ് എം അല്ലേ, ആ മൈനസ് എം ഇവിടെ നമ്മൾ ഇട്ടു. ഓക്കെ, ഇനി ഈ രണ്ട് ടേം കൂടി നമ്മൾ നോക്കാം, എം ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഇൻറ്റു എം എന്ന് നമ്മൾ എഴുതുന്നത് അല്ലേ. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് എന്താ വരിക, ഇവിടെ എന്താ രണ്ട് കോമൺ ആയിട്ട് കാണണേ, എം കോമൺ അല്ലേ. അപ്പോൾ ആ എമ്മിന് നമ്മൾ എന്ത് ചെയ്യാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എമ്മിനെ പുറത്തേക്ക് എടുത്ത് ബാക്കി ഇനി എന്താ ഉള്ളത്, എഫ് ഓഫ് എക്സ് മൈനസ് എൽ, അതാണ് ബ്രാക്കറ്റിൽ എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ സ്റ്റെപ്പ് എഴുതിയതിന് ശേഷം, അതായത് ഈ ഒരു സ്റ്റെപ്പ് എഴുതിയതിന് ശേഷം വിച്ച് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതണം, മോഡ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്താണ്, ജി ഓഫ് എക്സ് മൈനസ് എം പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, മോഡ് എം ഇൻറ്റു എന്ത് ചെയ്താ എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് പറയുന്നത്. എന്താ നമ്മളിവിടെ ചെയ്തത്, ബൈ യൂസിങ് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി. എന്താ ഞാൻ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞത്, മോഡ് എക്സ് പ്ലസ് വൈ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്ന് എഴുതാറുണ്ടായിരുന്നു പറഞ്ഞു അല്ലേ. ഇവിടെ എക്സിന് പകരം എന്തായിരുന്നു, ഇത്രയും ടേം, വൈക്ക് പകരം എന്തായിരുന്നു, ഇത്രയും ടേം. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ലെസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എം പ്ലസ് മോഡ് എം ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് എഴുതിയത്. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന ഒരു റിസൾട്ടാണ് മോഡ് എക്സ് വൈ എന്ന് പറയുന്നതിന് നമ്മളിങ്ങനെ എഴുതാറ് വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ എന്ന് എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ ഞാനിനി ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ്
ചെയ്ത് എഴുതാണ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എക്സ് ഇൻറ്റു മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എക്സ് ഇൻറ്റു മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം എന്ന് നമ്മൾ എഴുതി അല്ലേ. അതേമാതിരി ഇതിനെ എഴുതിക്കോടെ, ഇതിൽ എക്സിന് പകരം എന്താ എമ്മും വൈക്ക് പകരം എഫ് ഓഫ് എക്സ് മൈനസ് എല്ലും. അങ്ങനെ കൊടുക്കുമ്പോൾ എന്തായാലും എന്ത് എഴുതാൻ പറ്റും, മോഡ് എം ഇൻറ്റു മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് നമുക്ക് എഴുതാൻ പറ്റി അല്ലേ. അപ്പം ഞാൻ അതിനെ എന്ത് എഴുതി, ഇങ്ങനെ എഴുതി വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം പ്ലസ് എം ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് പറയുന്നത് അല്ലേ. അത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുക്കുക. ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്, ഗിവൺ ആയിട്ടുള്ള കാര്യം നമുക്ക് തന്നിട്ടുണ്ട് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ എപ്പോഴും എഴുതുന്ന മാതിരി നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി which is less than delta 1 implies that mod f of x minus l which is less than 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ മനസ്സിലാക്കി വയ്ക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ ഒന്ന് മോഡ് എഫ് ഓഫ് എക്സിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവുകയാണ്. അപ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്താണ്, എഫ് ഓഫ് എക്സിൻ്റെ കൂടെ ഒരു എൽ ആഡ് ചെയ്യുകയും ചെയ്തു, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിന് വല്ല മാറ്റം ഉണ്ടോ, ഇല്ല അല്ലേ. അപ്പം നമ്മൾ ഇതിന് വെച്ചിട്ട് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ പ്ലസ് എൽ എന്നാക്കി മാറ്റും. ഇനി ഞാനിവിടെ ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്തിട്ട്, അതായത് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ഇത് എക്സും ഇത് വൈ എന്ന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ പ്ലസ് മോഡ് എൽ എന്നാക്കി ട്രയാങ്കിൾ ഇനീക്വാളിറ്റി ആക്കിയിട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ വെച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്, ഈ ഒരു കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ, ഇങ്ങനെ കയ്യിലുണ്ട് അല്ലേ. എന്താണ്, 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ 1 ആവുന്ന സമയത്ത് നമുക്ക് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മളിവിടെ മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ എഴുതിയിരിക്കണേ, മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് എൽ എന്നല്ല എഴുതിയിരിക്കണേ, അതാണ് ഇവിടെ. അതായത് മോഡ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ. ഇനി ഈ മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് എല്ലിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, 1 എന്നിവിടെ റീപ്ലേസ് ചെയ്യും. വിച്ച് ഈസ് ലെസ് ദാൻ 1 എന്നല്ലേ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മൾ അതിവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും, വിച്ച് ഈസ് ലെസ് ദാൻ 1 പ്ലസ് എൽ എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പം എന്താണ്, 0 ലെസ് ദാൻ ഇപ്പം മാത്രമേ ഉള്ളൂ, 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ 1 ആവുന്ന കേസിൽ നമുക്ക് മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടി, വിച്ച് ഈസ് ലെസ് ദാൻ 1 പ്ലസ് മോഡ് എൽ എന്ന് കിട്ടി അല്ലേ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കണ്ടീഷനും കൂടി ഉണ്ട് അല്ലേ. എന്താ കണ്ടീഷൻ ഉള്ളത്, ഇതാ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എം എന്നാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, വി ഹാവ് ഫൈൻഡ് എ ഡെൽറ്റ 2 ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഇസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ദാറ്റ് മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ബൈ 1 പ്ലസ് എ മോഡ് എൽ എന്നെടുത്ത് അല്ലേ. നമുക്കിവിടെ ശരിക്കും എന്താ വേണ്ടേ, ഇതിന് പകരം നമ്മൾ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ എഴുതുമ്പോൾ എന്താ നമ്മൾ എടുക്കാറ്, വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എടുക്കാറ് അല്ലേ. പക്ഷേ ആ എപ്സിലോണിന് പകരം നമ്മളിവിടെ എന്താ ചൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് മോഡ് എൽ എന്ന്. എന്തിനാ അങ്ങനെ എടുത്തത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. വിച്ച് ഈസ് പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതി. ഇനി നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, എഫ് ഓഫ് എക്സിൻ്റെ വേറെ മറ്റു ഡെഫിനിഷൻ എടുത്തിട്ട് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് x is equal to L. ഇതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം, we have find a delta 3 such that mode 0 less than mod x minus 3 which is less than delta, which implies that mod f of x minus L which is less than epsilon by 2 divided by 1 plus mod m എന്ന് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണിക്കേണ്ടത്, നമ്മൾ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമ്മൾ വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്നാണെങ്കിൽ നമുക്ക് എന്താ കാണിക്കേണ്ടത്, മോഡ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എല്ലാം വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കുക, ഇവിടെ ഈ മോഡ് എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് ഇവിടെ മോഡ് എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ എന്താ എഴുതാറ്, 1 പ്ലസ് മോഡ് എൽ എന്നാണ് നമ്മൾ എഴുതുക. ഇനി ഈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലേ, മോഡ് ജി ഓഫ് എക്സ് മൈനസ് എം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, നമ്മളവിടെ എഴുതിയിരിക്കുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് മോഡ് എൽ എന്ന് എഴുതി. എന്തിനാ 1 പ്ലസ് മോഡ് എൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ, നമുക്ക് എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 എന്ന് ലാസ്റ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 വിച്ച് ഈസ് ഇക്വൽ ടു എപ്സിലോൺ എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്സിലോൺ ബൈ 2ൻ്റെ ടേം ഇവിടെ കൊടുത്തത്. ഇനി നമുക്കിവിടെ 1 പ്ലസ് എം എൽ ഉണ്ട്, മോഡ് എൽ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോകാനാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, ഡിവൈഡഡ് ബൈ ഒരു 1 പ്ലസ് മോഡ് എൽ. അങ്ങനെ ആകുമ്പോഴാണ് ഈ രണ്ട് കാര്യങ്ങൾ കൂടി
അതായത് ഡിവൈഡ് ചെയ്ത് പോകുള്ളൂ. ഇനി അടുത്തതും ഇതേമാതിരി തന്നെയാണ്. നമ്മൾ മോഡ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നതും നമ്മൾ ഇതേമാതിരി ചൂസ് ചെയ്തിട്ടുണ്ട്. എന്താ ചൂസ് ചെയ്തിരിക്കുന്നത്? എപ്സിലോൺ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മോഡ് എം എന്നുള്ളത് നമ്മൾ ഓക്കെ. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? 1 പ്ലസ് മോഡ് എം എന്നല്ല ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ വെറും മോഡ് എം എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൂഫ് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. എന്നാൽ മാത്രമാണ് നമുക്കത് ക്യാൻസൽ ചെയ്യുള്ളൂ. ഓക്കെ. പിന്നെ ബാക്കി പറയുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ ചൂസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു മിനിമം ഓഫ്, നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചൂസ് ചെയ്യാം? മിനിമം ഓഫ് ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 എന്ന് പറയും. ഈ മൂന്നെണ്ണത്തിൻ്റെ എന്താക്കിയിട്ട് എടുക്കും? അതായത് ചൂസ് ഡെൽറ്റ is equal to മിനിമം ഓഫ് ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 എന്ന് പറയും അല്ലേ. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്പർ 1, 2, 3 ഒക്കെ പ്രകാരം 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എന്തായിരിക്കും? 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ 1 ആൻഡ് ദിസ് കണ്ടീഷൻ ആൻഡ് ദിസ് കണ്ടീഷൻ. ഓക്കെ. അതായത് ഞാൻ നേരത്തെ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2 ചൂസ് ചെയ്തപ്പോൾ പറഞ്ഞു തന്നല്ലോ, അതേ മെത്തേഡ് തന്നെയാണ്. അതേ റീസൺസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. ഇനി നമുക്ക് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ 1 ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ പ്രൂവ് ചെയ്ത് വെച്ചിരുന്നത്? മോഡ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ 1 പ്ലസ് മോഡ് എൽ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഈ കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മൾ എന്താ അവിടെ മുകളിൽ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? ജി ഓഫ് എക്സ് മൈനസ് എം വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 whole divided by 1 plus L and mod f of x minus L which is less than epsilon divided by 2 divided by 1 plus mod m എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മളവിടെ എന്താണ് പ്രീവിയസ്ലി നമ്മളവിടെ എഴുതി വെച്ചിട്ടുള്ളത്? നമ്മൾ പ്രീവിയസ്ലി എഴുതിയിട്ടുള്ള മോഡ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എൽ എം വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ടേം എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി നോക്കിക്കേ, എഫ് ഓഫ് എക്സിൻ്റെ മോഡ് എഫ് ഓഫ് എക്സിന് വിച്ച് ഈസ് ലെസ് ദാൻ എന്താണ്? 1 പ്ലസ് മോഡൽ. അപ്പോൾ അതോടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജി ഓഫ് എക്സ് മൈനസ് എം എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് എന്ന് പറയുന്നത് അവിടെ കൊടുത്തു അല്ലേ. ഇനി അതേമാതിരി തന്നെ മോഡ് എം അങ്ങനെ തന്നെ കൊടുത്തു. മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എം നമ്മൾ പറഞ്ഞിരുന്നു വെറും എന്ത് നമുക്ക് വേണ്ടുള്ളൂ? മോഡ് എം എന്ന് മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മോഡ് എം ഇൻറ്റു മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്നുണ്ട്. ഇപ്പോൾ നമ്മളത് എന്തിനാ അവിടെ അങ്ങനെ ചൂസ് ചെയ്യുന്നതാണ്? നമുക്കത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് നമുക്ക് എപ്സിലോൺ എന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എപ്സിലോൺ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 ബൈ മോഡ് എം. അങ്ങനെയാകുമ്പോൾ ഈ മോഡ് എമ്മും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. അതേമാതിരി 1 പ്ലസ് മോഡലും 1 പ്ലസ് മോഡലും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ബാക്കി എന്ത് കിട്ടും? എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന കേസിൽ മോഡ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എൽ എം എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ എന്ത് കിട്ടി? എപ്സിലോൺ എന്ന് കിട്ടി. therefore we have said that limit therefore we have said that limit extending to c f of x into g of x which is equal to നമുക്ക് എന്ത് കിട്ടി? എൽ എം എന്ന് കിട്ടി. ഓക്കെ. അത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. നമ്മളിവിടെ ഇത് നമ്മൾ ചൂസ് ചെയ്യണതാണ്. നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ധാരണ ഉണ്ട്. നമുക്ക് മോഡ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് എൽ എം വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടണം. അപ്പോൾ അത് അങ്ങനെ എഴുതാവുന്ന തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടുന്ന തരത്തിലാണ് നമ്മളിവിടെ ഇത് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? മോഡ് എം എന്ന് മാത്രമേ ഉള്ളൂ. പ്രിൻറ്റിങ് എററാണ്. അത് ശ്രദ്ധിക്കാം. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒന്നുകൂടിയും പറഞ്ഞ് നിർത്താം. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ് റൂൾ കഴിഞ്ഞു. അതിനുശേഷം നമ്മളോട് എന്താ പറയുന്നത്? കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കാണിക്കണം? കെ എൽ എന്ന് നമുക്ക് കാണിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ, നമ്മളിവിടെ ചൂസ് ചെയ്യണത് ഇഫ് കെ ഈസ് ഈക്വൽ ടു 0, കെ നമ്മൾ 0 കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒബ്വിയസ് ആയിട്ട് മാറും. എന്താ നമ്മുടെ റിസൾട്ട് ഉണ്ടായിരുന്നത്? ലിമിറ്റ് നമുക്കിവിടെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന റിസൾട്ട്?
അതായത് കെ എന്ന് പറയുന്നത് 0 ആണെന്ന് കൊടുത്ത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എൽ എന്ന് പറഞ്ഞു വിചാരിച്ചു. ഇപ്പോൾ കെ 0 ആയി കഴിഞ്ഞാൽ 0 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. മൊത്തത്തിൽ അതെന്തായിട്ട് മാറും? ഇസ് ഈക്വൽ ടു 0 എന്ന് മാറും. അതുകൊണ്ട് നമുക്ക് അവിടെ എന്താണ് ആ റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ ട്രിവിയൽ ആണ്. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് കെ ഇസ് ഈക്വൽ ടു 0 ദെൻ ദ റിസൾട്ട് ഈസ് ഒബ്വിയസ്ലി നമുക്ക് അതെന്താണ് ട്രൂ ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ അപ്പോൾ എന്താ ഇനി പോസിബിൾ ആയിട്ട് കെ നോട്ട് ഇസ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ എന്താ? കെ നോട്ട് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് എന്തായിട്ട് കെ നോട്ട് ഇസ് ഈക്വൽ ടു 0 ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 to prove the theorem. Corresponding to this epsilon we have to find a positive number delta such that നമുക്ക് എങ്ങനെ കാണിക്കണം? 0 less than mod x minus c which is less than delta implies that k into f of x minus kl which is less than epsilon. ഇത് നിങ്ങൾക്ക് എങ്ങനെ എഴുതണ്ടേന്നുള്ളത് ഞാൻ ഒരുപാട് പ്രോബ്ലത്തിലായി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്പോൾ ഇത് പ്രൂവ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തിയറം എന്ന് പറയുന്നത് ഡൺ ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഞാൻ ഈ പോർഷൻ മാത്രം എടുക്കുകയാണ്. k മോഡുലസ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് കെ എൽ എന്ന് എഴുതി അല്ലേ. ഇതിൽ രണ്ടിലും കെ കോമൺ ആണ്. ഇപ്പോൾ കെനെ പുറത്തേക്ക് എടുത്ത് എഴുതി എന്ത് വരും? കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡ് എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഇത് വെച്ചിട്ട് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മോഡ് കെ ഇൻറ്റു മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ എന്ന് നമ്മൾ എടുത്തു അല്ലേ. പിന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എൽ ദെൻ വി ഹാവ് ഡെഫിനിഷൻ പ്രകാരം we have to find a delta greater than 0 such that 0 less than mod x minus c which is less than delta implies that mod f of x minus l which is less than epsilon divided by mod k എന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനാ ഇപ്പോൾ ഇവിടെ എപ്സിലോൺ ഡിവൈഡഡ് ബൈ മോഡ് കെ എന്ന്, അതായത് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്നായി തന്നെ. പക്ഷെ നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച്മെൻറ്റ്സിൽ എപ്സിലോൺ ഡിവൈഡഡ് ബൈ മോഡ് കെ എന്ന് എന്തിനാണ് എടുത്തത്, എങ്ങനെ അത് എഴുതിയെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ. ഇപ്പോൾ നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഈ പോർഷൻ, അതായത് ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേ സീക്വട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ പോർഷൻ നമുക്ക് എന്ത് എഴുതിയാലേ പറ്റുള്ളൂ? എപ്സിലോൺ ഡിവൈഡഡ് ബൈ മോഡ് കെ എന്ന് എടുത്താലേ പറ്റുള്ളൂ. എന്നാലാണ് ഈ മോഡ് കെയും ക്യാൻസൽ ചെയ്തിട്ട് എന്തായിട്ട് മാറും? വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടുള്ളൂ. ആ ലോജിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് എഴുതേണ്ടത്. ആ എപ്സിലോണിന് ഇൻസ്റ്റഡ് ആയിട്ട് നമ്മൾ എന്ത് എഴുതാണ്? എപ്സിലോൺ ഡിവൈഡഡ് ബൈ മോഡ് കെ, അതായത് 0നേക്കാളും കുറച്ച് വലിയ ഒരു ക്വാണ്ടിറ്റി ആവണമെന്നേ മീൻ ചെയ്യുള്ളൂ. ആ ഒരു പ്രകാരം നമ്മൾ അങ്ങനെ എഴുതി. ഓക്കെ, ഇങ്ങനെ കഴിയുമ്പോൾ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി വിച്ച് ഇസ് ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന സമയത്ത് ഇത് ഇക്വൽ ടു ഇതെന്ന് എഴുതാം. ആൻഡ് വിച്ച് ഇസ് ഇക്വൽ ടു മോഡ് കെ ഇൻറ്റു ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എപ്സിലോൺ ഡിവൈഡഡ് ബൈ മോഡ് കെ വിച്ച് ഇസ് ഇക്വൽ ടു എന്താ പറയുക? ഇത് രണ്ടുകൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഇക്വൽ ടു എപ്സിലോൺ. ദെർഫോർ വി കാൻ സേ ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു കെ എൽ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ള ചെറിയ റിസൾട്ടാണ്. നമ്മുടെ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ.